ഹായ് ഗൗരിയാണേ. വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ക്ലിയറൻസ് സെയിലാണ്. എല്ലാ സൈസൊന്നും ഉണ്ടായിരിക്കത്തില്ല, കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ ഇതൊരു ഓഫർ സെയിൽ വീഡിയോയാണ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചു, നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ വന്നിട്ട് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെയും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അത് എഴുതാറുണ്ട്, അല്ലാതെ നമ്മളിങ്ങനെ പറയാറില്ല. കാരണം എല്ലാവരും ഓൺലൈൻ ചാനലിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. നമ്മൾ ഇതുവരെയും ഒരു ബാഡ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ വി ആർ ഡിസൈൻസിൻ്റെ ചാനലിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇതുവരെയും സെല്ല് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ വരുന്ന മിസ്റ്റേക്കിന് വന്നിട്ട് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല. നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് സെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്കത് 100% വന്നിട്ട് ഡാമേജ് അല്ല എന്നറിയാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു ഡാമേജ് പ്രൊഡക്റ്റ് നമ്മളിവിടെ സെല്ല് ചെയ്യത്തില്ല. കാരണം ഇത് ക്ലിയറൻസ് സെയിലാണ്. അല്ലാത്ത സെയിലാണെങ്കിലും നമ്മൾ ആ ഡാമേജ് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്തിട്ട് അത് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ച് നമുക്കത് വൻ നഷ്ടമാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലാത്ത ബിസിനസ് ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല. ഞാൻ എന്നും എത്തിക്സോടെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. എല്ലാവരും ഓപ്പണിംഗ് വീഡിയോ എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തന്നെയും മസ്റ്റായിട്ട് അത് എടുത്ത് വെക്കുക കേട്ടോ. മനുഷ്യരാണ്, മിസ്റ്റേക്കുകളൊക്കെ വരാം. എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എങ്കിലും നമ്മൾ ഒരു 99.9% വന്നിട്ട് നമ്മൾ കൺഫേം ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്തത്. ഒരു 1% ഒക്കെ ഇറ്റ്സ് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു കാര്യം ചെയ്യാനുള്ളത്, നമുക്ക് അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ റീസെൻ്റായിട്ട് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിപ്പം ഒരു ഡാമേജ് വന്നിട്ട് നമുക്കതിൻ്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ കാണുമ്പോഴത്തേക്കും അത് റീസണബിൾ ആയിട്ടുള്ളതാണെന്ന് നമുക്കത് മനസ്സിലാകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് പാക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് അത് പാക്ക് ചെയ്യുന്ന രീതി നമുക്കറിയാം. അപ്പോൾ ആ ഒരു പാക്ക് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് ഒരിക്കലും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകത്തില്ല. അപ്പോൾ ആ ഒരു 2 കാര്യമാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഞാനിതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞതല്ല, നിങ്ങൾക്കും എനിക്കും 2 പേർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ എടുക്കുന്ന ടൈമിൽ വന്നിട്ട് നമ്മളത് മിസ്സായി പോകും. അപ്പോൾ അത് എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെയിലും നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്തതോ ഒരു കംപ്ലൈൻറ്റോ അയക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ മിസ്റ്റേക്ക് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്തു വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ബോറടിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വരാം. ഇന്നത്തെ ക്ലിയറൻസ് സെയിൽ വന്നിട്ട് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ വരുന്നത്. എലൈൻ പാറ്റേണിലാണ് വരുന്നത്. സ്ലീവ്സ് വന്നിട്ട് അജറക്കാണ് വരുന്നത്. ബോഡി പോർഷൻ ഫുള്ള് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. ഇതിൻ്റെ ഈ നെക്ക് ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞു ഗ്യാദേഴ്സാണ് പോകുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഫ്രോക്ക് മോഡലിലാണ്, ഒരു ഫ്ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് 42 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് ഏരിയ വരുന്നത്. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ്. 399 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ അയക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് കേട്ടോ. ഇതൊരു ഫ്രോക്ക് മോഡലിലാണ് വരുന്നത്. ലെങ്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു 49 വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണെങ്കിൽ വേറൊരു ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട്. ഇതിൻ്റെ ഓരോ പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ബ്ലൂവിൻ്റെ വന്നിട്ട് എൽ സൈസ് അവൈലബിൾ ആണ്. പിങ്കിൻ്റെ വന്നിട്ട് XL സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് 47. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയയിൽ നമുക്ക് ടൈ ചെയ്യാനുള്ള ഡോറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് എൽ സൈസ്, ദിസ് വൺ XL സൈസാണ് നമ്മൾ വരുന്നത്. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 599 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു XXL മാത്രമല്ലേ ഉള്ളൂ. ഇത് XXL മാത്രമേ നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് നമുക്കൊരു ക്രിസ്മസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടല്ല, അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് മാത്രമേ നമുക്കുള്ളൂ. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. ഒരു അംബ്രല്ല കട്ടിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ XXL മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
പ്രൈസ് 349 ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ലെനൻ കോട്ടൺ ഹക്കോബ മിക്സ് ആയിട്ട് വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഈ നെക്കിൽ കാണുന്നത് വന്നിട്ട് ഹക്കോബ ഫാബ്രിക്കാണ്. അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും കാണുന്നത് ഹക്കോബയാണ് വരുന്നത്. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ഷെയ്ഡാണ്, കുറേ മിക്സഡ് ഷെയ്ഡാണ്. ബേസ് ആയിട്ട് നിൽക്കുന്നത് വന്നിട്ടൊരു പിങ്കിഷ് ഷെയ്ഡാണ് ബേസ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. ലൈനിങ് ഇല്ലെന്ന് വിചാരിച്ചിട്ട് വിസിബിൾ ആവുന്ന ടൈപ്പിലുള്ളതൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് ആൻഡ് എൽ സൈസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടത് ഒരു പിങ്കിഷ് ഷെയ്ഡ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ കോളർ പോലെയാണ് വരുന്നത്, പക്ഷേ ഇത് ജസ്റ്റ് ഒരു മോഡലാണ് കേട്ടോ. ഇത് വി നെക്കാണ് വരുന്നത്. ഇത് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മോഡലിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ നെക്കിൽ മാത്രമേ ഈ ഒരു ഹക്കോബ വരുന്നുള്ളൂ. ബോഡി പോർഷൻ ഫുള്ള് വന്നിട്ട് ലെനിനാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഇതൊരു പിങ്ക് ആണെങ്കിൽ ദിസ് വൺ വന്നിട്ടൊരു ബ്ലൂ ഷെയ്ഡാണ്, നല്ല ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതിന് നമുക്ക് അവൈലബിൾ സൈസ് വന്നിട്ട് എക്സൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സോൾഡ് ആയി. നമുക്കിപ്പം എക്സൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ കട്ട് സൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ആണ്. ലെങ്ത് 47, സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ ഈ നെക്ക് ഏരിയയിൽ ഫുള്ളായിട്ട് വന്നിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കാണ് വരുന്നത്. താഴെ വരേക്കും ആ ഒരു ത്രെഡ് വർക്ക് അവിടെ ഇവിടെ ആയിട്ട് പോകുന്നുണ്ട്. അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് ആൻഡ് ഡബിൾ എക്സൽ ആണ് വരുന്നത്. ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം ഷെയ്ഡാണ്, സെയിം ആണ് വരുന്നത്. ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് ആൻഡ് എക്സൽ, ബോത്ത് ആർ എം സൈസ് ആൻഡ് എക്സൽ ആണ് വരുന്നത്. ഓക്കെ, പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പ്രൈസ് വന്നിട്ട് 599 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് എം സൈസ് ആൻഡ് എൽ സൈസ് ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ. ഓക്കെ, കോട്ടൺ ആണ് ഫാബ്രിക്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് 47, സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഒരു 3 പാനൽ പോലെയാണ് ഫ്രണ്ട് ഏരിയ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ട് ഒരു റെഡ് മെറൂൺ അങ്ങനത്തെ ഷെയ്ഡാണ് വരുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ എം സൈസ് മാത്രമേ ഉള്ളൂ. എമ്മോ എക്സലോ 2XL? ഓക്കെ, എമ്മോ ആൻഡ് 2XL അവൈലബിൾ ആണ് ഈ ഒരു ഷെയ്ഡിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൈസ് വന്നിട്ട് 449 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഇതൊക്കെ 449, അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന കുർത്തി തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ആണ്. ലെങ്ത് 47 ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഒരു വി നെക്കാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു എൽ സൈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു എൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 499 ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടൊരു വയലറ്റ് ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെയും എൽ സൈസാണ്. ഓക്കെ, ഇതിൻ്റെയും എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 499 ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ഓക്കെ, ആ നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൻ്റെ ഒരു എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എം മാത്രമല്ലേ? ഓക്കെ, എം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47, സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. അവൈലബിൾ സൈസ് എം സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 399 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. കലങ്കാരി പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നമുക്ക് എം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ഇങ്ങനെ നെക്കിലൊരു ഇതേപോലെ വർക്ക് വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. നെറ്റ് ഫാബ്രിക് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. സ്ലീവ്സിൽ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്.
ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഇത് നെറ്റാണ് ഫാബ്രിക് വരുന്നത്. ഇത് ഫുള്ള് വന്നിട്ട് ബീഡ്സ് വർക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സിബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് ആൻഡ് എക്സൽ ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 399 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഷിമ്മർ ജോർജറ്റിൽ വരുന്നത് 3 പീസ് സെറ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47, സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. റാണി പിങ്കിൻ്റെ ഒരു എന്താ പറയുക, ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഒരു എക്സാക്ട് ഷെയ്ഡ് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വീഡിയോയിൽ കാണുന്ന ഈ സെയിം ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ പാൻറ് വരുന്നത്. പാൻറ് വന്നിട്ട് സാൻഡലും ബോട്ടമാണ് വരുന്നത്. നല്ല ലൂസ് പാൻറ്റാണ് കേട്ടോ. ഇത്രയും ലൂസൊക്കെ വരുന്നുണ്ട്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 39 ആണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ആ യോക്കേരിയിൽ കാണുന്ന പോലെ തന്നെ ദുപ്പട്ടയിൽ വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ ലെങ്ത് 2.5 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. വൺ സൈഡ് സ്കാലപ്പാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് ഇതിൻ്റെ നമുക്ക് കുറേ പീസസ് അവൈലബിൾ ആണ്. എം സൈസ് 2 പീസും എൽ സൈസും XXL വരെയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ച ശേഷം പർച്ചേസ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത്. 799 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 799 ഒക്കെ ഒരു 3 പീസ് സെറ്റ് വന്നിട്ട് ഇത്രയും അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് നമുക്കിതിപ്പം ഈ ഒരു പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് നേരത്തെ വാങ്ങിയിട്ടുള്ള കസ്റ്റമറൊക്കെ വിചാരിക്കും ഇത്രയും വില കുറവാണല്ലോ എന്ന്. ആക്ച്വലി ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. നമ്മളൊരു ക്ലിയറിങ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതൊരു പിങ്കി ഷെയ്ഡാണെങ്കിൽ ഇത് വന്നിട്ടൊരു കൈൻഡ് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം ആണ് വരുന്നത്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിൻ്റെ വന്നിട്ട് എൽ സൈസും XL സൈസും അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ദുപ്പട്ടയും പാൻറ്റും സെയിം തന്നെയാണ്. പെക്യുലാരിറ്റി എല്ലാം ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈസ് 799 ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടൊരു 2 പീസ് സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് കുറച്ച് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ നമുക്ക് എം സൈസും എൽ സൈസും അല്ലേ? ഓക്കെ, ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് ആൻഡ് എൽ സൈസ് ആണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ആണ്. എലൈൻ പാറ്റേണിലാണ് വരുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് സെല്ല് ചെയ്തതിന് ശേഷം ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ദുപ്പട്ടയിൽ വന്നിട്ട് വേറെ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആയിരിക്കും. ദുപ്പട്ടയുടെ ലെങ്ത് 2.5 ആണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടൊരു മെറൂൺ ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് സൈസ് വന്നിട്ട് എം സൈസും എൽ സൈസും അവൈലബിൾ ആണ്. ഓക്കെ, XXL ഉണ്ടോ അല്ലേ? XL അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, എം സൈസും എൽ സൈസും അവൈലബിൾ ആണ്. നിങ്ങളില്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 899 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടൊരു 2 പീസ് സെറ്റാണ് വരുന്നത് കേട്ടോ. അതായത് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഒരു പീസ് മാത്രമേ ഉള്ളൂ. എൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബോഡി പോർഷൻ ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത് 47, എലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഫുള്ളായിട്ട് ബീഡ്സ് വർക്കും ഒറിജിനൽ മിറർ വർക്കും കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് നേവി ബ്ലൂ അല്ല, എന്നാൽ നരച്ച നേവി ബ്ലൂ അല്ല കേട്ടോ. ഈ സെയിം എക്സാക്റ്റ് ഈ ഷെയ്ഡാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ ദുപ്പട്ടയാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. നമ്മൾ ഇതേപോലത്തെ 3 പീസ് സെറ്റൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരൊറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിൾ സൈസ് എൽ സൈസ് ആണ്. ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത്? ദുപ്പട്ടയിലൊക്കെ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. ലെങ്ത് 2.5 ആണ് വരുന്നത്. അവൈലബിൾ സൈസ് എന്ന് വെച്ചാൽ എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 949 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, ആ നെക്സ്റ്റ് വൺ വന്നിട്ട് 2 പീസ് സെറ്റ് തന്നെയാണ്. ഇതിൻ്റെ നമുക്കൊരു എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഫ്രണ്ട് ഏരിയയിലൊക്കെ ഫുള്ളായിട്ട് വന്നിട്ട് ഇങ്ങനെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ.
നല്ല വർക്കാണ്. ഇതൊക്കെ നല്ല മാനുഫാക്ചറിങ്. ഈ വർക്കൊന്നും നിങ്ങൾ എത്ര പ്രാവശ്യം വാഷ് ചെയ്താലും അതേപോലെ വെയർ ചെയ്താലും പോകാത്ത ടൈപ്പിലുള്ളതാണ്. എലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഈ യോക്ക് ഏരിയയിൽ കാണുന്ന ആ ഒരു വർക്ക് പോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ആ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ആയിരിക്കും വരുന്നത്. വേറെ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 899 ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടത് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണെങ്കിൽ ഇത് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത്. പ്രൈസ് 899. അവൈലബിൾ സൈസ് എം സൈസ് ആൻഡ് എൽ സൈസ്. ഓക്കെ, എം എല്ലും ഇല്ലേ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന എ ലൈൻ കുർത്തിയാണ് കേട്ടോ. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഓൾ ഓവർ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് 47. എ ലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ നെക്കിൽ കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ട് എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ടൊമാറ്റോ റെഡാണ് വരുന്നത് കേട്ടോ. അടിക്കുന്ന റെഡ് ഒന്നുമല്ല, ടൊമാറ്റോ റെഡാണ്. ഇതിൻ്റെ ഒരേ ഒരു സൈസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പ്രൈസ് 349 ഉള്ളൂ. നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത്. ഇത് നല്ല ഒരു സ്വീറ്റ് കാർഡ് നെക്കാണ്. ആ സ്വീറ്റ് കാർഡ് നെക്കിൽ വന്നിട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ കണ്ടോ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ചെറിയൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ഇടാൻ പറ്റിയതാണ്. ഇതിൻ്റെ ഒരു XXL മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് വന്നിട്ട് 499 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എ ലൈനിലാണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിൻ്റെ ഈ നെക്കൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് നമ്മൾ നോർമലി കാണുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഒരു നെക്കാണ് വരുന്നത്. അതിൽ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസും എൽ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 499 വരുന്നുള്ളൂ കേട്ടോ. 499. ഇത് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഒരു സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് തന്നെയാണ്. എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ്. ഇതിലും ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് ഇല്ല. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഷെയ്ഡ് വന്നിട്ട് നല്ല റാണി പിങ്ക് ആണ് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 399. നെക്സ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഷിമ്മർ ജോർജറ്റ് ആണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏലയിലാണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ കണ്ടോ ഫുള്ള് വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ സൈസ് വന്നിട്ട് XL മാത്രമേ ഉള്ളൂ. പ്രൈസ് വന്നിട്ട് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഷിമ്മർ ജോർജറ്റിൽ തന്നെ വരുന്ന കുർത്തിയാണ്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആകുന്ന സൈസ് വന്നിട്ട് XXL മാത്രമേ ഉള്ളൂ. എലൈൻ പാറ്റേണിലാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് റാണി പിങ്ക് ആണെങ്കിൽ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നേവി ബ്ലൂ ഒരു ഗ്രീൻ ഒക്കെ കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഈ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നല്ല ഒരു ഫാബ്രിക് ആണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയതാണ്. അവൈലബിൾ സൈസ് വന്നിട്ട് XXL മാത്രമേ ഉള്ളൂ. പ്രൈസ് വന്നിട്ട് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ വരുന്നൊരു കുർത്തിയാണ്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയ സൈസ് വന്നിട്ട് XXL മാത്രമേ ഉള്ളൂ. 499 ആണ് വരുന്നത്. എ ലൈനാണ് വരുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് XXL മാത്രമേ ഉള്ളൂ. പ്രൈസ് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നൊരു കുർത്തിയാണ്. ഇതിൻ്റെ നമുക്ക് 42-40 ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് ചോദിച്ചാൽ മതി. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഏലയിലാണ് വരുന്നത്. ലെങ്ത് 47 തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് ഏരിയ വരുന്നത്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഇതേപോലെ വന്നിട്ട് സ്ലീവ്സ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ വന്നിട്ട് ഒരു പഫ് പോലെ വന്നിട്ട് താഴെ വന്നിട്ട് ഇങ്ങനെ 3/4 സ്ലീവ് തന്നെയാണ്. അവിടെ ഒരു എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് കുറച്ച് സൈസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ 549 ആണ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു 2 പീസ് സെറ്റിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. സ്ലീവ്സിൽ നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ.
ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് 2 ഷെയ്ഡാണ് വരുന്നത്. രണ്ടിൻ്റെ ബേസ് വന്നിട്ട് നമുക്കൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. യോക്കിരിയിൽ വരുന്ന ഒരു നെറ്റ് വർക്ക് മാത്രമേ നമുക്ക് ഡിഫറൻസ് വരുന്നുള്ളൂ. ഒന്ന് വന്നിട്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡും മറ്റത് വന്നിട്ട് ഒരു ബ്ലൂയിഷ് ഷെയ്ഡുമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് കുറച്ച് കട്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് എൽ സൈസ് ഒരു പീസ് അവൈലബിൾ ഉണ്ട്, ഡബിൾ എക്സലും എക്സലും ഒക്കെ ഓരോ പീസസ് അവൈലബിൾ ആണ് 2 ഷെയ്ഡിലും. നിങ്ങൾ എനിക്ക് മെസ്സേജും ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ആണ് നമുക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത്. നമ്മളിത് ആക്ച്വലി നമ്മൾ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് 769 ആയിരുന്നു. ഇപ്പോൾ ഇതൊരു ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് നമ്മളിപ്പം 699 സെല് ചെയ്യാണ് കേട്ടോ. കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ, 1-2 പീസസ്, ചിലതിലൊക്കെ 1-2 പീസൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. നമുക്ക് 3XL അവൈലബിൾ ആണ് കേട്ടോ. 3XL ഇതിൻ്റെ പിങ്കിൽ 3XL നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ആദ്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണോ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഇടുന്ന കളക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയും വിജയിപ്പിക്കും പോലെ ഈ ഒരു വീഡിയോയും വിജയിപ്പിക്കുന്നു വിശ്വസിക്കുന്നു. ക്ലിയറൻസ് സെയിലാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഓണമൊക്കെ വരെയാണ്. പാർട്ടി വെയർ കളക്ഷനൊക്കെ നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ പുതിയ കളക്ഷനൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിയറൻസ് സെയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യുക. ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം ടൈമിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. കാരണം ഈ ഒരു പ്രൈസിനൊന്നും നമുക്ക് ഷോപ്പിൽ പോയാലും കിട്ടത്തില്ല. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ തന്നെ വളരെ റെയർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഓൾറെഡി വന്നിട്ട് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. ഇന്നും അത് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ പ്രൈസിനോ അല്ലെങ്കിൽ നമ്മൾ മാർജിൻ എടുക്കാതെ ആയിരിക്കും നമ്മളത് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയും വിജയിപ്പിക്കും പോലെ ഈ ഒരു വീഡിയോയും വിജയിപ്പിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ദൂരം വരെ എത്താൻ എനിക്ക് പറ്റിയത്. അപ്പോൾ ഇനിയുള്ള എൻ്റെ ജേർണിയിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി.